പ്രവാസികൾക്ക് ആശ്വാസം സമ്മാനിച്ച് കേന്ദ്ര ബജറ്റ്. പുതിയ നിയമം അനുസരിച്ച് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികളായ സ്ത്രീകൾക്ക് 40 ഗ്രാമും പുരുഷന്മാർക്ക് 20 ഗ്രാമും വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾ നികുതിരഹിതമായി കൊണ്ടുപോകാം. ദീർഘകാലമായി പ്രവാസികൾ ആവശ്യപ്പെട്ടിരുന്ന ഒന്നായിരുന്നു നിലവിലെ കസ്റ്റംസ് ബാഗേജ് നിയമത്തിലെ ഭേദഗതി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച പുതിയ ബജറ്റിലാണ് നിലവിലെ കസ്റ്റംസ് ബാഗേജ് നിയമങ്ങൾ പരിഷ്കരിച്ചത്. പുതിയ നിയമം അനുസരിച്ച് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികളായ സ്ത്രീകൾക്ക് 40 ഗ്രാമും പുരുഷന്മാർക്ക് 20 ഗ്രാമും വരെ തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ നികുതിരഹിതമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്ക് 1 ലക്ഷവും പുരുഷന്മാർക്ക് 50,000 വില വരുന്ന ആഭരണങ്ങൾ മാത്രമേ നികുതിരഹിതമായി കൊണ്ടുപോകാനാകൂ എന്ന പരിധി ഒഴിവാക്കിയിരിക്കുകയാണ്. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് പ്രവാസികൾക്ക് ഇതിലൂടെ ലഭിക്കുക. ദീർഘകാലമായി പ്രവാസികൾ ആവശ്യപ്പെട്ടിരുന്ന ഒന്നായിരുന്നു കാലഹരണപ്പെട്ട ഈ നിയമത്തിൽ ഭേദഗതി വേണമെന്നുള്ളത്. പുതിയ പരിഷ്കാരം പ്രവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണെന്നാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ പരിഷ്കരിച്ച ഗോൾഡ് കസ്റ്റംസ് റൂൾസ് അത് പ്രവാസികളെ സംബന്ധിച്ച് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഒന്ന്, ഒരു നിക്ഷേപം എന്നുള്ള രീതിയിലും രണ്ടാമത് സേവിങ്സ് എന്നുള്ള രീതിയിലും അത് കണക്കാക്കാവുന്നതാണ്. നേരത്തെ നമുക്കറിയാം 1 ലക്ഷം രൂപ വരെയായിരുന്നു ഫീമെയിൽ പ്രവാസികൾക്ക് ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട് ധരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത്. ഇനി മുതൽ തൂക്കത്തിലായിരിക്കും. ആ തൂക്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 40 ഗ്രാം വരെ പ്രവാസികൾക്ക് ഫീമെയിൽ പ്രവാസികൾക്ക് ഓർണമെന്റ്സ് ആയിട്ട് ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട് ധരിച്ചു പോകാവുന്നതാണ്. അതുപോലെ തന്നെ 50,000 രൂപയിൽ നിന്ന് മാറ്റി 20 ഗ്രാം മെയിൽ പാസഞ്ചേഴ്സിന് ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട് ധരിച്ച് ഇനി മുതൽ ഇന്ത്യയിലേക്ക് പോകാനായിട്ട് സാധിക്കും. 2016 അന്നത്തെ വിപണി വില അടിസ്ഥാനമാക്കിയാണ് സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ, പുരുഷന്മാർക്ക് 50,000 രൂപ എന്ന പരിധി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഭാരതത്തിൽ നിലവിൽ സ്വർണ്ണം ഗ്രാമിന് 15,000 രൂപയ്ക്കടുത്തും UAE ഏകദേശം 600 ദിർഹവുമാണ് വില. ഈ സാഹചര്യത്തിൽ 2016 വില അടിസ്ഥാനമാക്കി നിശ്ചയിച്ച നികുതിരഹിത സ്വർണ്ണാഭരണ പരിധി ഒട്ടും പര്യാപ്തമായിരുന്നില്ല. ജനം, ദുബായ്.